അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ഉസ്താദ് എന്ന സ്റ്റോറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സങ്കടകരമായ ഒരു വാർത്ത കേൾക്കാനിടയായി. അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇപ്പോൾ എല്ലാവർക്കും ഗ്യാസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ബുക്ക് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല, നല്ല വില കൂടിയിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊക്കെ അറിയാലോ അല്ലേ. അതായത് നമ്മുടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അതുവഴി അവിടെ നിന്ന് നമുക്ക് ഗ്യാസ് ഉൽപ്പന്നങ്ങൾ, അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊന്നും പുറത്തേക്ക് വിടുന്നില്ല. അങ്ങനത്തതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എല്ലാവരും പറയുമല്ലോ, ഇനി വിറകടുപ്പ് യൂസ് ചെയ്താൽ മതി, അതാണ് നല്ല. അങ്ങനെ പല രീതിയിലുള്ള അടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഗ്യാസിൽ നിന്ന് വിറകടുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു സിസ്റ്റം കാണുന്നുണ്ട്. എന്നാൽ ദയനീയമായ ഒരു വാർത്ത കേട്ടത്, വീട്ടിലെ അടുപ്പിൽ തീ കത്തിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി വസ്ത്രത്തിലേക്ക് തീ പടർന്നു പിടിച്ചു. നിമിഷങ്ങൾക്കകം ശരീരമാകെ തീ പടർന്ന യുവതിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. 27 വയസ്സ് മാത്രം പ്രായമുള്ള ഷംന എന്ന പെൺകുട്ടിയാണ് മരണത്തിന് കീഴടങ്ങിയത്. അടുപ്പിൽ തീ കത്തിക്കുന്നതിനായിട്ട് പെട്രോളും ഓയിലും മിക്സ് ആക്കിയിട്ട് ഒരു മിശ്രിതമായി ഉപയോഗിച്ചിരുന്നത്രേ. ഇത് അടുപ്പിലേക്ക് ഒഴിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ഷംനയുടെ വസ്ത്രത്തിലേക്ക് തീ പടർന്നു പിടിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ശരീരമാകെ തീ പടർന്ന യുവതിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. അപകടം നടന്ന ഉടൻ തന്നെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഷംനയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച്, എന്നാൽ നില വഷളായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്ത് ചെയ്യാൻ, അള്ളാഹുവിൻ്റെ വിധി അങ്ങനെ ആയിരിക്കും. അതെ, 3 മക്കളാണ് ഷംനക്കുള്ളത്. യാസീന്, ഫൈസാന്, സയാന് എന്നിവരാണ് മക്കൾ. ആ മക്കൾക്ക് ആ ഉമ്മ നഷ്ടപ്പെട്ടു അല്ലേ. ഉമ്മമാർ നഷ്ടപ്പെട്ടവൻ്റെ മക്കളുടെ സ്ഥിതി എന്തായിരിക്കും? ഭർത്താവ് മുജീബാണ്, ചെറുപ്രായമാണ്, ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ, ചെറിയ 3 മക്കളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുമാത്രമല്ല, ആ കുഞ്ഞു മക്കൾക്ക് അവരുടെ ഉമ്മ നഷ്ടപ്പെട്ട വേദന ക്ഷമ നൽകട്ടെ മക്കൾക്കും അവളുടെ ഭർത്താവിനും, ആ ഒരു ഷംന എന്ന കുട്ടിയുടെ മാതാപിതാക്കൾക്കൊക്കെ. അള്ളാഹുവേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ. പ്രത്യേകിച്ച് ഈ പെട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കും ചെയ്യും. തീ പിടിച്ചാൽ അത് അണക്കാനും കഴിയൂലല്ലോ, അങ്ങനെയാണല്ലോ അല്ലേ. ഇപ്പോഴാണെങ്കിൽ മണ്ണെണ്ണയൊന്നും റേഷൻ കടയിൽ നിന്നും കിട്ടാറുമില്ല. അങ്ങനത്തെ അവസ്ഥയ്ക്ക് ആകുമ്പോഴേ നമ്മൾ പെട്രോളൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഭയങ്കര അപകടമാണ് അതൊക്കെ. അത് പറഞ്ഞാൽ തീ അങ്ങോട്ട് കത്തിക്കഴിഞ്ഞാൽ അത് കിട്ടൂല. അത്രക്ക് ഒരു റബ്ബേ, പഠിച്ചവൻ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൊള്ളി മരിക്കുക എന്നൊക്കെ പറഞ്ഞ റബ്ബേ, അത്രക്കും അവർ വേദന സഹിച്ച് മരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ശരീരം ഇങ്ങനെ പൊള്ളുകയാണല്ലോ അല്ലേ. സ്കിന്നൊക്കെ, നമ്മളെ തൊലിയൊക്കെ കത്തി 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 ഇല്ലാതായി. അത് റബ്ബേ, അത്രക്കും. ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലൊരു കഥ പറയാം. അതായത് കഥ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ലാത്ത കഥയല്ല കേട്ടോ. എൻ്റെ മൂത്താപ്പാൻ്റെ കുട്ടി, അതായത് കൊച്ചു കുട്ടിയാണ്. മൂത്തമ്മയും മൂത്താപ്പയും കൃഷിയിടത്തിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ വലിയ മൂത്താപ്പ, എനിക്ക് 6 മൂത്താപ്പയാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ മൂത്താപ്പൻ കേട്ടോ ഇത്. ഏറ്റവും വലിയ മൂത്താപ്പ എന്ന് വെച്ചാൽ അവർ കുറച്ചൊക്കെ ചെറുപ്രായമായ സമയത്ത് അവർക്ക് 10 മക്കളാണ് ഉണ്ടായത്. അപ്പോൾ മൂത്ത കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ അപ്പോൾ ആ ചെറിയ പിഞ്ചു പൈതലിനെ തൊട്ടിയിട്ടിട്ട് മൂത്താപ്പാക്ക് എന്താ ചായയുമായിട്ടോ കഞ്ഞിയുമായിട്ടോ എന്തോ മൂത്തമ്മ പോയതാണ്. മൂത്ത കുട്ടിയെ ഏൽപ്പിച്ചു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട്. ഉണർന്നാൾ നാട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു. അന്നാണെങ്കിൽ കറണ്ട് ഇല്ലാത്ത കാലമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ഞാനൊന്നും ജനിച്ചിട്ടില്ല. അത് ഉപ്പയൊക്കെ പറഞ്ഞു കേട്ട കഥയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ആ കുട്ടി ഇങ്ങനെ കുഞ്ഞുവാവ് അങ്ങനെ ഉറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞ് ഉണർന്ന് കരയുക എന്താ ചെയ്തപ്പോൾ കുട്ടി ഉണർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടിയെ എടുക്കണോ എന്നുള്ള രീതിയിൽ അറിയില്ല. മൂത്ത കുട്ടി എന്ത് ചെയ്തു, മണ്ണെണ്ണ വിളക്കുമായി നേരെ ആ കുഞ്ഞിൻ്റെ, ഇരുട്ടല്ലേ അന്നൊക്കെ, പിന്നെ ചെറിയ ഓടിട്ട വീടുമായിരിക്കും. അപ്പോൾ അന്നൊക്കെയെന്ന് വെച്ചാൽ വലിയ പ്രകാശമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്കുമായിട്ട് മൂത്ത കുട്ടി നേരെ ആ കുഞ്ഞ് ഉണർന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിളക്കുമായിട്ട് പോയി നിന്നു. എന്തായി, കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഒരു നിറയെ മണ്ണെണ്ണ നിറച്ച വിളക്കായിരിക്കും ഒരു പക്ഷേ, ആ ഒരു മണ്ണെണ്ണയും ആ മണ്ണെണ്ണൻ്റെ തിരിയും തീയും ഒന്നായിട്ട് കുട്ടിയുടെ നെഞ്ചത്തേക്ക് എത്തി. അതൊന്നായിട്ട് മറിഞ്ഞു. തീ അങ്ങ് ആളിപ്പടരാൻ തുടങ്ങി. റബ്ബേ,
തൊട്ടിലാകെ കത്തുകയാണ്. കുട്ടിയുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്കാണ് ആ മണ്ണെണ്ണ ശക്തമായി മറിഞ്ഞത്. അവിടെയും ആളി കത്തുകയാണ്. എന്നാൽ ഈ കുഞ്ഞ് ഭയന്ന് വിറച്ച് പോവുകയാണ്. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഉമ്മച്ചി ഉപ്പച്ചി കുഞ്ഞ് തൊട്ടിൽ കത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ എൻ്റെ മൂത്തമ്മയും മൂത്താപ്പയും വന്ന് നോക്കിയപ്പോഴുള്ള ദയനീയ അവസ്ഥ, അതെ, ആ തൊട്ടിൽ മുഴുവൻ കത്തി, കയറും കത്തി, തീ ആളി പടർന്ന് ആ കുഞ്ഞ്, പഠിച്ചവന് ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിൻ്റെ ആ മരണം കൊണ്ട് മൂത്താപ്പാക്കും മൂത്തമ്മക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മൂത്താപ്പ ഇപ്പോൾ 1.5 വർഷത്തോളമായി മരണപ്പെട്ടിട്ട്. മൂത്തമ്മ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കും അത്. കാരണം ഇപ്പോഴും ഉള്ളത് 10 മക്കളിൽ ഒരെണ്ണം മരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കുട്ടിയിലെ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ കുട്ടിയുടെ ആ മയ്യത്ത് കണ്ടപ്പോൾ. അത്രക്കും ദയനീയ അവസ്ഥയിൽ കത്തിക്കരിഞ്ഞ രീതിയിൽ പഠിച്ചോനെ കുഞ്ഞിനെ പാല് കൊടുത്ത് തൊട്ടിയിൽ ഉറക്കിക്കെടുത്തി പോയതാണ്. കുഞ്ഞ് ഉണർന്നാൽ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉപ്പാൻ്റെ അടുത്തേക്ക് പോയതാണ്. ഓരോ വിധിയിലെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. സാരല്ല, അവരൊക്കെ നാളെ അവർ കാത്തിരിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വരുന്നത് നോക്കിയിട്ട് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റാൻ. പ്രായപൂർത്തിയാകാത്ത മക്കൾ മരണപ്പെട്ടാൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകുമല്ലോ. കാരണം അത്രയ്ക്ക് അവർ സഹിച്ച് ക്ഷമിച്ച് അള്ളാഹുവിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ട് കൊടുത്ത പോലെയാണല്ലോ. എന്തായാലും അള്ളാഹുവെ സഹിക്കാൻ കഴിയില്ല റബ്ബേ അങ്ങനെയുള്ള മരണങ്ങളൊന്നും. പടച്ച റബ്ബ് അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഉമ്മ വിളിക്കുകയാണ് ആഷി ഉസ്താദിനെ വീണ്ടും, മോനെ ടിക്കറ്റ് എടുത്തോ. എന്നാൽ ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞാനും സഫീറും നല്ല ഹാപ്പിയോട് കൂടി കഴിയാണ്. പക്ഷേ അതിനിടക്ക് അവൻ്റെ ഉമ്മ വിളിച്ച് ചീത്ത പറഞ്ഞതും ഒക്കെ ആലോചിക്കുമ്പോഴേ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന ഉണ്ട് റബ്ബേ. കാരണം അവൻ്റെ സന്തോഷം എൻ്റെയും സന്തോഷമാണ്. ഉമ്മ ഞാൻ പറയാം കേട്ടോ, എടുത്തിട്ടില്ല ഞാൻ ഇൻഷാ അല്ലാ. എന്നാൽ സഫീറും അവനും അന്ന് അവിടെയുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ആഷി എന്താടാ? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? എന്തിനാലടാ ഒരുപാട് സ്വത്തും സമ്പത്തൊക്കെ? അതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ലല്ലേ. മനസ്സമാധാനമാണ് വേണ്ടത്. മനുഷ്യന്മാരുടെ മനസ്സാണ് നന്നാവേണ്ടത്. അതിന് മനസ്സമാധാനം വേണടാ. അതില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലേ. എന്ത് നീ പറയുന്നത് സഫീർ? നീ എന്താ മോനെ പറയുന്നത്? ഒന്നുമില്ലടാ, തൽക്കാലം ആഷി നാട്ടിലേക്ക് പോയിക്കോ, ഞാൻ കോളേജിലേക്ക് തിരിച്ചു പോയിക്കോളാം. അതെ, അവിടെ പോകാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഏകദേശം 1-2 ആഴ്ചയല്ലേ, അത് കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോട്ടെ. ശരിക്കും അവനത് പറഞ്ഞപ്പോൾ ആഷി ഞെട്ടി. എടാ, അപ്പോൾ നീ പോവാണോ? അതെടാ പോട്ടെ, ഞാനിപ്പോൾ എന്തിനങ്ങോട്ട് വന്നിട്ട്. അല്ലടാ, അപ്പോൾ എൻ്റെ നിക്കാഹിന് എൻ്റെ കൂടെ നിൽക്കാൻ നീ ഉണ്ടാവില്ലേ? അത് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഉണ്ടാകും, എൻ്റെ സാന്നിധ്യം, എൻ്റെ മനസ്സെവിടെ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മുത്തേ, എന്താ പ്ലീസ്. സഫീറിനെ നിർബന്ധിക്കുന്നു ആഷി നാട്ടിലേക്ക് വരാൻ. പക്ഷേ ആഷി ഉസ്താദിൻ്റെ മനസ്സിലും ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാൽ ആഷി ഉസ്താദ് ഒരു കാര്യം പറയാണ്. സഫീർ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നോട്. എന്ത് കാര്യം? അതായത് നിൻ്റെ നിക്കാഹ് നമുക്ക് പെട്ടെന്നങ്ങ് നടത്തുക ഇവിടെ തന്നെ. എന്താ ആഷി, എന്ത് നീ പറയുന്നത്? ഒരു മുന്നൊരുക്കവും ഇല്ലാതെ എന്തിനു മുന്നൊരുക്കം? ഒരു മഹർ അത് നൽകിയാൽ പോരെ? അത് അവരെന്ന് വെച്ചാൽ നല്ല ടീമല്ലേ. അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു നിക്കാഹ് എന്ന് വെച്ചാൽ അവർക്ക് ഫാമിലിയും കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള ആളുകളല്ലേ അവർ. പെട്ടെന്ന് അങ്ങനെ ആകുമ്പോഴേ അതും ശരിയാണ്. അല്ലാതെ പിന്നെ എന്തടാ ഞാൻ ചെയ്യുക? ഇനിയൊരു പക്ഷേ അറിയുന്നില്ല, വല്ലാത്ത സങ്കടമായിരുന്നു ആഷി ഉസ്താദിനും. നീ ഇല്ലാതെ ഞാൻ പോകുന്നില്ലടാ, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ പോവും? ഞാൻ അവിടെ പോയിട്ട് നിക്കാഹ് കഴിച്ച് സുഖമായി ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്നൊരു ചതിക്കണേന്ന് തുല്യാവില്ല. ചതിക്കേ? എന്തെൻ്റെ കൂട്ടുകാരൻ നീ പറയുന്നത്? ആഷി ഉസ്താദ് പോയി വരെ, ഇൻഷാ അല്ലാ ഞാൻ ദുആ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനിവിടേക്ക് കഴിഞ്ഞോളേ കേട്ടോ. എന്നാൽ ഈ സമയം അതാ സഫീറിൻ്റെ വീട്ടിൽ
ജസീർ കടന്നു വന്നു. എന്താ ചോറുന്നില്ലേ? വിളമ്പിത്തരാം. ഇവിടെ ഇപ്പോൾ റമദാൻ മാസമായാലും ഷവ്വാലായാലും വെച്ച് വിളമ്പണീനിപ്പോൾ ആൾക്കാർക്കൊരു റെസ്റ്റും ഇല്ലല്ലോ. എത്ര സെർവൻസ് ഉണ്ടായാലും നോമ്പൊക്കെ നോറ്റെങ്കിലല്ലേ. ഉമ്മ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പരമാവധി നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്നുള്ളത്. എനിക്കറിയാം എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത്. അതിപ്പോൾ റമദാൻ മാസമായാലും ഏത് മാസമായാലും എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കും. മനസ്സിലായല്ലോ? കൂടുതലായിട്ട് എന്നോട് വിളവെടുക്കാൻ വേണ്ടി വരണ്ട, അതെനിക്ക് താല്പര്യമില്ല. നീ ഇങ്ങനെ നടന്നോ, പെണ്ണും പെടക്കോയും ഇല്ലാതെ. നിന്റെ അനിയനെ അവിടെ പെണ്ണ് കെട്ടാൻ നടക്കുകയാണത്രേ. ശരിക്കും ജസീർ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്ത്? അതേടാ, നിന്റെ സഫീർ ഉണ്ടല്ലോ, അവൻ അവിടെ പെണ്ണ് സെറ്റ് ആയിക്കണത്. അവൻ നിക്കാഹ് കഴിക്കട്ടെ എന്ന് അതാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഈ നിക്കാഹ് കഴിക്കുക എന്തായാലും ഇവിടെ ഒരു കുഴപ്പമില്ല, ഇങ്ങോട്ടെങ്ങാനും കയറി വന്ന 2 കാലും ഞാൻ വെട്ടെന്ന് പറഞ്ഞിരിക്കണ്. എന്നാൽ അത് കേട്ട് ആ ഒരു ഭക്ഷണത്തിലേക്ക് കൈ കുത്തിയ ആ കൈ കുടഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ്, ഉമ്മ നിങ്ങൾ എന്തീ പറയുന്നത്? ആര് കല്യാണത്തിൻ്റെ കാര്യം നിങ്ങൾ പറയുന്നത്? അതേടാ, എൻ്റെ അനിയൻ സഫീറേ കല്യാണം കഴിക്കുകയാണത്രേ. ഒരു പെണ്ണുണ്ടത്രേ അവിടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ടിപ്പോ നിങ്ങൾ എന്നോട് ഇതുവരെ പറയുന്നത്? എന്നോട് ഞാൻ തന്നെ എന്നെ അറിയണേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ നിന്നോട് പറയാ? ഇനിയിപ്പോൾ നിന്നോട് പറഞ്ഞു കണ്ടതെല്ലാം ബോധിപ്പിക്കണമെന്ന് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാൽ ജസീർ ആ ഒരു ചോറ് കൈകൊണ്ട് കുടഞ്ഞെഴുന്നേറ്റ് അവൻ്റെ കീശയിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി. എടാ, പുറത്ത് പോയി ഇങ്ങനെ ഒന്ന് കാട്ടിക്കൂട്ടണ്ട, ആൾക്കാർ നിന്നെ തല്ലിക്കൊല്ലും. എന്തിന്? എനിക്ക് സിഗരറ്റ് വലിച്ചൂടെ? റമദാൻ മാസമാണ് ഇത്. എനിക്ക് നോമ്പ് നോൽക്കേ, എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനൊന്നും കാട്ടിക്കൂട്ടണ്ട, ആൾക്കാരടി വെച്ച് തല്ല് കിട്ടും എനിക്ക്. പിന്നെ ആരാ നിങ്ങളോടത് പറഞ്ഞത്? അവൻ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? അതൊന്നും എനിക്ക് ആരാ ഏതാ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും ഓന് ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞതൊക്കെ ഓൻ്റെ കൂടെ നടക്കുന്ന ആഷിക്കാണ്. ഇവൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇഷ്ടം പോലെ തീരുമാനിക്കുക, എന്തായാലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങോട്ട് കയറാൻ പറ്റൂല പറഞ്ഞിക്കണ്. ഓനിപ്പോൾ നിക്കാഹ് കഴിക്കാൻ പോകണല്ലോ, എന്താന്നില്ലേ. ഞാൻ പറഞ്ഞു ജ്യേഷ്ഠം ഒരുത്തം ഇവിടെ ഉണ്ടായിട്ടാണോ എൻ്റെ തോന്നിയ അവസ്ഥ നിൽക്കണെന്നൊക്കെ. എന്നാൽ ജസീറിന് കലി കയറി തുടങ്ങി. ഉമ്മ, അവനക്കൊരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അവളെ പെട്ടെന്ന് കാണാൻ പോയിട്ട് വേഗം നിക്കാഹ് നടത്തണം സഫീറിൻ്റെ. ആരെ? അതൊക്കെയുണ്ട്, ഞാനത് ആദ്യം മനസ്സിൽ വിചാരിച്ച് വെച്ചതാണ്. എൻ്റെ അനിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. വേഗം കാണാൻ പോയിക്കോളി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് നിക്കാഹ് നടത്താം, അവനോട് പെട്ടെന്ന് വരാൻ പറയാം. ഈ എന്തൊക്കെയാ പറയണത്? ഓനൊന്നും അവിടെ സെറ്റ് ആയിക്കണമെന്നല്ല പറഞ്ഞത്. അവൻ അവിടെ സെറ്റായാലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയുകയേ വേണ്ട. ഞാൻ പറഞ്ഞ പെണ്ണിനെ സഫീർ കല്യാണം കഴിച്ചിരിക്കണം, അതാണ് നിയമം. മനസ്സിലായല്ലോ? ഉമ്മ അത് കേട്ട് ഞെട്ടി. ഈ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഓൻക്ക് ഇഷ്ടപ്പെടണ്ടേ? സഫീറിൻ്റെ കല്യാണം നടത്തുന്നത് അവൻ്റെ ജ്യേഷ്ഠനായ ഞാനാണ്. അതെ, പഴയ കാലത്തൊന്നും പെണ്ണ് കാണാൻ പോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബാപ്പാർ ജ്യേഷ്ഠന്മാർ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ അവനെ കല്യാണം കഴിച്ചു കൊടുക്കും, അങ്ങനെ ഇരിക്കും. അതേ സിസ്റ്റം തന്നെ ഇവിടെ മതി. അല്ലാതെ സഫീർ കണ്ടിഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ച് അവരങ്ങനെ സുഖമായി ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഉമ്മ. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ എൻ്റെ ജീവിതം തകർത്തതാണ്. അതെ, ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ നിങ്ങളങ്ങ് പുറത്തെറിഞ്ഞു കളഞ്ഞു. അതെ, അത് തന്നെ ഇല്ലാതാക്കി, പിഴുതെറിഞ്ഞു. ഉമ്മ, ആ ഒരു പക എൻ്റെ മനസ്സിലുണ്ട്, അത് വീട്ടാനുള്ളതാണ്. നിങ്ങളെ 2ാമത്തെ മോനെ കൊണ്ട് ഞാനത് വീട്ടിപ്പിക്കും. അല്ലാതെ ഒരിക്കൽ പോലും സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ലുമ്മ. നിങ്ങൾ എന്നെ സമ്മതിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല. ശരിക്കും ജസീറിൻ്റെ വാക്കുകൾ കേട്ട അവരുടെ ഉമ്മ ഒന്ന് ഞെട്ടി. എങ്കിലും എടാ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കാട്ടിക്കൂട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ തറവാട്ടിലേക്ക് നിങ്ങൾ കാല് കുത്തിപ്പോരുതെന്ന്. നിങ്ങൾക്ക് തരാനുള്ള കുറച്ച് സ്വത്തൊക്കെ തരാൻ തന്നു, പക്ഷേ ഇനിയും ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. അതിൽ നിന്നൊരു തരി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഉമ്മയുടെ അഹങ്കാരത്തിനും ഒരു കുറവും ഇല്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടി കടന്നു വന്നാൽ തന്നെ ആ പെൺകുട്ടിക്ക് അവിടെ ദുരിതമായിരിക്കും എന്ന് നന്നായിട്ടറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മുടെ റിസ്വാന വക്കീലും സഫീറും വളരെയധികം ഇഷ്ടത്തിലായി കഴിഞ്ഞു.
ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ സമയം അതാ നമ്മുടെ റിസ്വാന വക്കീൽ. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സഫീറായിരുന്നു. അതെ, സഫീർ വന്ന് കണ്ടുപോയതിനു ശേഷം എന്തെന്നറിയില്ല, അതുവരെയും കാണാത്ത സ്വപ്നങ്ങളെല്ലാം അവൾ കണ്ടു തുടങ്ങി. ഉമ്മയും ഉപ്പയും അത് നോക്കി നിന്നു. അവൾ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഉമ്മയും ഉപ്പയും പറഞ്ഞു, കണ്ടില്ലേ, മോൾക്ക് ഇപ്പോൾ ഗാർഡനിങ്ങിലൊക്കെ കൂടുതൽ താല്പര്യം തോന്നി. അത് മനസ്സിലേക്ക് ഒരാൾ കയറി ചെന്ന് കഴിഞ്ഞാലേ പിന്നെ പൂക്കളോടും ചെടികളോടൊക്കെ കൂടുതൽ ഒരു ഇഷ്ടമുള്ള പോലെയൊക്കെ തോന്നും. ആയിക്കോട്ടെ, മാഷാ അല്ലാ, നമ്മുടെ പൊന്നുമോളുടെ സന്തോഷം തന്നെയാണല്ലോ നമുക്ക് വലുത്, അല്ലേ? അതേ ഇക്ക, നല്ലൊരു മോനില്ലേ എല്ലാം കൊണ്ടും. സത്യം പറഞ്ഞാൽ മോനെ മൊത്തത്തിൽ നമ്മളെ മോൾക്ക് പറ്റിയല്ലേ, ഒരേ അച്ചിൽ വാർത്ത പോലെ തോന്നുക. നമ്മളെ മോൾക്ക് വേണ്ടി പടക്കപ്പെട്ടതാണെന്ന് തന്നെ തോന്നുക. അത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഒരു ആണിനെ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു വാരില്ല കൊണ്ടൊരു പെണ്ണിനെ സൃഷ്ടിക്കും. അങ്ങനെയാണല്ലോ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും ആരാണ് നിൻ്റെ ഇണ എന്നുള്ളത്. എന്തൊക്കെയായാലും നമ്മളെ മോളുടെ നിക്കാഹ് വേഗം നടത്തണം. എന്നാൽ ഈ സമയം ആഷി ഉസ്താദ് അത് ഉപ്പയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഹലോ ഉപ്പ. ആ മോനെ, നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ? ഇവിടുന്ന് പോയോ? പെട്ടെന്ന് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞങ്ങൾ ഇപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്, ഞങ്ങൾ പോകാൻ വേണ്ടി. മോനെ, എന്തിനാ ഇവിടുന്ന് ടിക്കറ്റ് എടുത്താൽ പോരായിരുന്നോ? പോവുകയാണെങ്കിൽ 2 പേർക്കും. ഉപ്പ, സഫീർ വരുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആഹാ, ആണോ? മോനെന്നാ ഇവിടെ നിന്നോട്ടെ. ആ പിന്നെ ഉപ്പ, ഒരു കാര്യം എനിക്ക് പറയാണ്ട്. എന്താ മോനെ അവ പെട്ടെന്ന് പോണില്ല എന്ന് വെച്ചാൽ എന്തേ? ഒന്നുമല്ല ഉപ്പ, അത് എന്താടാ? അവർ വീട്ടിലത്തെ കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ കുറച്ചൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ ഒരു അഹങ്കാരം, അങ്ങനെ ഒരു ടൈപ്സ് ആളുകൾ അവരാദ്യം അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. കാരണം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെണ്ണിനെ, അതായത് ഞാൻ പഠിപ്പിച്ച കുട്ടിയെ, അവൾ ആദ്യ വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ ഇവൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടായിരുന്നു. അവരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷേ സഫീർ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. സഫീറിന് എല്ലാവിധ ഗുണങ്ങളും ഉള്ള ഒരു ആളാണ് സഫീർ. അതായത് സഫീർ എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരാളെ കിട്ടാൻ പ്രയാസമാണ് ഇപ്പോൾ. കാരണം അവന് സ്വത്തിന് സ്വത്ത്, സമ്പത്തിന് സമ്പത്ത്, ക്യാഷ്, അതുപോലെ ദീനും കാര്യങ്ങളും, അതാണ് മെയിന്. എല്ലാം ഉണ്ട്. 4 കാര്യങ്ങൾ നമ്മൾക്ക് വിവാഹത്തിൽ നോക്കാമെന്നല്ലേ. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് ദീന് ആണല്ലോ. ആ ദീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. എന്നാൽ ഈ സഫീറിന് 4 അടങ്ങിയിട്ടുണ്ട്. അതാണ് പ്രത്യേകത. ഞാൻ അങ്ങനെ വിചാരിക്കും. അവന് സാമ്പത്തികമായിട്ട് അവൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വരുമാന മാർഗമുണ്ട്, സൗന്ദര്യമുണ്ട്, തറവാടുണ്ട്, പിന്നെ ദീനുണ്ട്. അതെ, വലിയ തറവാട്ടുകാരാണ് പുളിക്കൽ തറവാട്ടുകാരെന്ന് വെച്ചാൽ. പക്ഷെ എന്ത് ചെയ്യുക, പണം കൂടിയാൽ അഹങ്കാരം കൂടും എന്നൊക്കെ പറയില്ലേ, അതുപോലൊക്കെ ആയിരിക്കും. എന്തൊക്കെ തന്നെയാലും മോനെ, എടാ, അപ്പോൾ അവരെന്തെങ്കിലും എതിര്? ഉപ്പ, അങ്ങനൊന്നല്ല പറഞ്ഞത്. പക്ഷേ കുറച്ച് എൻ്റെ അഭിപ്രായത്തിൽ അവരെ വീട്ടിലേക്കൊന്നും പറഞ്ഞയക്കാതെ ഇവിടുന്നെങ്കിലൊക്കെ ഒരു നിക്കാഹൊക്കെ കഴിച്ചിട്ട്, മോനെ പെട്ടെന്ന് അങ്ങനെ നിക്കാഹ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾക്ക് ഒരുപാട് ഫാമിലീസ് പങ്കെടുക്കാനുള്ളതാണല്ലോ. നമ്മളുടെ മോളുടെ നിക്കാഹിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നതുമാണ്. നമ്മളായിട്ട് ആരോടും പറയാതെ പെട്ടെന്ന് കഴിച്ചാൽ കുടുംബങ്ങളൊക്കെ പിണങ്ങൂല മോനെ. ഇപ്പം എത്രയും പെട്ടെന്ന് ആക്കാം, നാട്ടിൽ വെച്ച് തന്നെ. ഇവിടെ നമുക്ക് ഫാമിലീസിന് ഒരു പക്ഷേ എത്തിപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും നമുക്ക് ഒരുമിച്ച് അങ്ങ് നാട്ടിലേക്ക് പോകാം, നാട്ടിൽ നിന്ന് നിക്കാഹ് അങ്ങോട്ട് കഴിക്കാം. എന്തേ? എന്നാൽ ആഷി ഉസ്താദിനോട് അത് പറഞ്ഞപ്പോൾ ആഷി ഉസ്താദ് മൗനം പാലിച്ചു. കാരണം ഒരു പക്ഷേ നാട്ടിൽ നിന്ന് നിക്കാഹ് എന്നൊക്കെ പറയുമ്പോഴേ അതെങ്ങാനും ജസീർ കേട്ടെറിഞ്ഞ് വന്ന് കുളമാക്കാനും അത് മതി. എന്നാലും ഉപ്പയോട് പറഞ്ഞു, ഉപ്പ ഇൻഷാ അല്ലാഹ് എന്താ വെച്ചാൽ ചെയ്യുക, നമുക്കൊന്നുകൊണ്ട് വിഷമിക്കണ്ട മോനെ. പെട്ടെന്ന് നിക്കാഹ് ആക്കണതിന് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഫാമിലീസ് പങ്കെടുക്കാതെ എനിക്കൊരു നിക്കാഹ്, പിന്നെ അവരുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും? കാരണം എല്ലാ കാര്യത്തിനും അവരെല്ലാവരും എന്നെ ക്ഷണിക്കുന്നതാണ്. ഞങ്ങൾ അത്ര കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ച് ഒരു നിക്കാഹ് അത് നാട്ടിൽ നിന്ന് പെട്ടെന്നാക്കാം ഇൻഷാ അല്ലാഹ്. അത് കേട്ടപ്പോൾ ആഷി ഉസ്താദ് വിചാരിക്കുന്നു, റബ്ബേ എന്തൊക്കെ തിന്നാലും പഠിച്ചോനെ ഹൈറായത് നീ നടത്തി കൊടുക്ക് റഹ്മാനെ. കാരണം എന്തായാലും അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തിനാ റഹ്മാനെ വൈകിപ്പിക്കുന്നത്? സത്യം പറഞ്ഞാൽ സഫീറിന് ഇപ്പോൾ ഒരു സന്തോഷമായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോഴാണ് സഫീറിൻ്റെ മനസ്സിൽ ചെറിയൊരു സങ്കടം തോന്നിയത്. എന്നാൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നടത്തി കൊടുക്കണം, അതാ നല്ലത്. പക്ഷേ ഇവരുടെ ഉപ്പ പറയുന്നത് പെട്ടെന്ന് അങ്ങനെ നടത്തുന്നതിന് കുഴപ്പമില്ല, ഫാമിലീസ് വേണമെന്നാണ്.
എന്താ ഇൻഷാ അല്ലാ എന്തൊക്കെയായി തീരും റബ്ബേ, ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ റാഹത്തായിട്ട് നടക്കണേ അല്ലാ. അന്ന് സഫീർ അതാ ആഷിയുടെ അരികിലേക്കെത്തി. ആഷി പോയിക്കോ, ഞാൻ ഇൻഷാ അല്ലാ സഫീറെ നമ്മുടെ റിസ്വാന വക്കീലും ഫാമിലിയും നാട്ടിലേക്ക് വരികയാണല്ലോ, അവിടെ വെച്ച് നിക്കാഹ് വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ അത് കേട്ട് സഫീർ ഒരു നിമിഷം ഞെട്ടി. ആഷി, എന്താ നീ പറയുന്നത്? അത് എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഈ ദുനിയാവിൽ അത്ര പേടിയുള്ളൊരു മനുഷ്യനില്ല. സത്യമായിട്ടും ഒന്നിനും പഠിക്കാത്തതാണ്. അതുകൊണ്ടാണ് എന്നെ കൊല്ലണേന് അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കണേനല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. എന്തൊക്കെ തന്നെയാലും സഫീറിൻ്റെ ജ്യേഷ്ഠനാണ് ചെയ്തതെന്ന് ഒരു വാക്ക് വരുമ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ നമുക്ക് മനസ്സിൽ, അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് അത് സാരമില്ലട, ഇൻഷാ അല്ലാ പഠിച്ചോനല്ലേ വലുത്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നമുക്ക് ഒരുമിച്ചങ്ങ് പോകാം, അതായിരിക്കും നല്ലത്. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ ചില ചിന്തകൾ, അത് മറ്റൊന്നുമല്ല. റബ്ബേ, ജസീർ എൻ്റെ ജ്യേഷ്ഠൻ, റബ്ബേ ഒന്നിനും മടിക്കാത്ത ആള്, പഠിച്ചോനെ ഞാനാണ് അവളെ കല്യാണം കഴിക്കുന്നത് പറഞ്ഞാൽ അവനൊരിക്കൽ പോലും എന്നെ വെറുതെ വിടില്ല. എന്നെ മാത്രമല്ല അവളെയും. പഠിച്ചോനെ ഒരിക്കൽ പോലും റിസ്വാന വക്കീലിനൊന്നും സംഭവിക്കരുതേ അവൻ്റെ ആ ഒരു ചതി കൊണ്ട്. സഫീർ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. പഠിച്ചോനെ എന്നെക്കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുത്. എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ വീട്ടുകാർ, അതൊക്കെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണല്ലോ. അല്ലാ റബ്ബേ, അവൻ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതിന് എനിക്ക് വരെ ചീത്തപ്പേര് ഇവിടെ വരുന്നുണ്ട്. പഠിച്ചോനെ നീ കാത്തുരക്ഷിക്കല്ലാ. സഫീർ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അങ്ങനെ അത് ആഷി ഉസ്താദ് ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി പോവുകയാണ്. സഫീർ, നമുക്ക് പോയാലോ? എടാ ആഷി പോയിക്കോ, ഞാൻ വരാം, ഞാൻ പിന്നാലെ വന്നോളാം. ആഷി പോയിക്കോ കേട്ടോ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു പെണ്ണ് അവിടെ ഉണ്ടല്ലോ. പെട്ടെന്ന് സഫീർ, നീ അല്ലാതെ ഞാൻ എങ്ങനെ പോടാ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം കുറച്ച് നീട്ടിയിടാൻ. എന്തൊക്കെ തന്നെയായാലും നിൻ്റെ കാര്യം കൂടി റെഡിയാക്കിയിട്ട്. നോ, ആ പിതാവും മാതാവും എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം നമ്മളായിട്ട് തടസ്സപ്പെടുത്താൻ പാടില്ലല്ലോ. ആഷി പോകണം. ആദ്യമേ പെട്ടെന്ന് നിക്കാഹ് കഴിക്കണം. ഇൻഷാ അല്ലാ ഞാനിവിടെ കാത്തിരിക്കും നിങ്ങൾക്ക് വേണ്ടി. വിതുമ്പുന്ന മനസ്സോടെ സഫീർ അത് പറഞ്ഞു. എന്നാൽ ആഷി ഉസ്താദ് നാട്ടിലേക്ക് പോകുവാൻ നിർബന്ധിതനായി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനി ഹാദിയെ കല്യാണം കഴിക്കുന്നത് നമ്മുടെ ആഷി ഉസ്താദ് ആണെന്നറിയുമ്പോൾ ജസീറിനെ ഹാലിളകുമോ? എന്തായിരിക്കും അവൻ്റെ പെർഫോമൻസ്? അവനതിന് സമ്മതിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.